മാത്തുട്ടിയെ, മാത്തുട്ടിയെ, ഞാൻ പറയുന്ന കേക്ക്. എല്ലാരും പറയും, പറയുന്നതിന് ഒരു കുറവുമില്ല. കുറച്ചിൽ വന്ന അതിൻ്റെ കൂടെ കുറ്റം പറയുകയും ചെയ്യും. അതുകൊണ്ട് പറയാന്ന് കൂട്ടിക്കും. നീ ചെന്നേച്ച് വീട്ടിൽ കാര്യം അന്വേഷിക്കണം. അല്ല പിന്നെ ഏണന്നരും അനന്തരക്കാരും പറയുന്നത് കേട്ടോണം. എനിക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. എന്നാലും കിവറിച്ചായ നാട്ടില് മൊത്തത്തിനും കെട്ടായാലും അടിയന്തരമായാലും നമ്മളെ മുമ്പിൽ നിർത്തിയ എന്നുവെച്ചും നമ്മുടെ കൂടിയ ഒരു വിശേഷം ഉണ്ടായപ്പോഴ് നമ്മുടെ ഗതി കണ്ടില്ലയോ? എടാ മാത്തുട്ടിയെ, അപ്പനും മൂന്നും കൂടിയുള്ള അഭിപ്രായ വ്യത്യാസം പുരയ്ക്ക് വെളിയറിയേണ്ടതല്ല. എന്താന്ന് വെച്ചാ അത് പുറത്തറിഞ്ഞ് തീരാനുള്ള അല്ല. തന്നെയുമല്ല, അത് പുറത്തറിഞ്ഞാൽ പിന്നെ തീരത്തുമില്ല. തീരാനും തീർക്കാനും ഇനി എന്റെ ജീവിതമേ ഉള്ളൂ. വരുന്നു. ഇച്ചായൻ ചെല്ല്. വല്യപ്പച്ച, വല്യപ്പച്ച, എന്തവാ വല്യപ്പച്ച, കിടന്നോ? വെള്ളം ഇരുന്ന് എന്തിയേ പെണ്ണേ? വെള്ളം ഞാൻ എടുത്തു തരാം വല്യപ്പച്ച. ദാ നീ പോയി കിടക്കാത്ത എന്താ? എല്ലാരും അപ്പുറത്തല്ലേ വല്യപ്പച്ച. ദീനാക്കൊച്ചമ്മ അന്നക്കൊച്ചമ്മ വെപ്പ് വരേല. നേരം വെളുക്കുമ്പോ ഒരുങ്ങണ്ടല്ലയോ, അതാ. കാലത്തെ നീ പള്ളി പോന്നില്ലയോ? പിന്നുറങ്ങാതിരുന്നാലോ? നീ അപ്പുറത്ത് പോയി പായ വിരിച്ച് കിടക്ക്. ചെന്നാട്ടേന്ന്. എനിക്കാന്നേ ഇനി ഉറക്കം വരത്തില്ല. അപ്പച്ചൻ കിടന്നോ? കാലും കൈയും മരച്ചിരിക്കുക. കിടന്നാലേ ശരിയാവത്തില്ല. വല്യപ്പച്ചന് കാലൊഴിഞ്ഞു തരട്ടോ?
കുഞ്ഞുനാളിലേ കാല് തടന്നതിന് വല്യപ്പച്ചൻ കായ തരുമായിരുന്നു. ഞാനും വല്യപ്പന്റെ മോൻ ദാനിക്കുട്ടിയും കാലായിലെ ജോണിക്കുട്ടിയും തമ്മിൽ പിണക്കുവാ. എന്നാ ഞാനാ ജയിക്കുന്നെ. വല്യപ്പച്ചൻ കൂടുതൽ കായ എനിക്കാ തരുന്നേ. അല്ലേ വല്യപ്പച്ച? നന്നു. നീ ഇപ്പൊ വലിയ വാദ്യാരല്ലോടി, കാല് തടവുന്നേ കൊള്ളാവോ? നിനക്ക് പിന്നെയും വല്ല ആലോചനയും വന്നോ പെണ്ണേ? നീയൊന്നും പറയാത്ത എന്താ? എന്തോ പറയാനാ വല്യപ്പച്ച? നിന്റെ അപ്പനോട് പറയാനുള്ള പറഞ്ഞയാ. അപ്പനാ വിചാരമില്ലെന്നുള്ളേ വല്യപ്പച്ചൻ അറിയത്തില്ലയോ? അവന്റെ കൈ കായോ ചക്രോ വല്ലോ ഇരിക്കുന്നോടി, അതുകൊണ്ടാ. നീ കരയുവാന്നോ? അല്ലേലും എന്റെ കരച്ചിൽ ആര് കേൾക്കാനാ? കരയരുത്. നിന്റെ അപ്പം വരുമ്പോഴ് ഞാനൊന്ന് പറയട്ടെ, വഴിയുണ്ടാവും. ഇനിയും വല്യപ്പച്ച അപ്പനോട് സംസാരിക്കണ്ട. ഇതുവരെ ഉണ്ടാവാത്ത വഴിയൊന്നും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. എന്തവാടി നീ പറയുന്നേ? എനിക്ക് ഒരു കൂട്ടം വല്യപ്പച്ചനോട് പറയാനുണ്ട്. എന്തവാടി? എന്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരു വാദ്യാരുണ്ട്, പാലാക്കാരനാ. രണ്ടാം കേട്ടാ. പക്ഷേ ഒഴിഞ്ഞ ബന്ധത്തിൽ മക്കളൊന്നുമില്ല. തോമസ് എന്നാ പേര്. പാലായി നാന്നേ കത്തോലിക്കനായിരിക്കും. അല്ലേലും സഭ നോക്കിയേ ചെന്തോ ചെയ്യാനാ? നിന്നെ ബോധിച്ചു വന്നേല്ലയോ? നിന്റെ അപ്പനോട് ഞാൻ പറയാം. അല്ലേ നീ കരയുന്നെന്തോയിനാ? കരയരുതെന്ന്, കരയരുതെന്ന്. വല്യപ്പച്ച, അങ്ങേര് വന്ന് വിളിച്ച ഞാൻ ഇറങ്ങിപ്പോവും. പെണ്ണേ, അരുതാഴിക ചെയ്യല്. ആലോചിച്ചു നോയിക്കാട്ടെ. ഒപ്പം കാണാനെ കൊണ്ട് അപ്പനും അമ്മച്ചിയുവാ വേണ്ടേ? ഒപ്പം കാണാനെ കൊണ്ട് എന്നെ വേണം. ഇപ്പോഴ് പെരയിടത്തിന്റെയും വീടിന്റെയും കടം കൂടി എന്റെ മേലാ. കടത്തെ കെട്ടിയിട്ടേച്ച് വേണം എന്നെ കണ്ടോണ്ടിരിക്കാൻ. പള്ളിക്കൂടത് കെട്ടുന്ന മുക്കാച്ചക്രം കൊണ്ട് തീരുന്നയാന്ന് വല്യപ്പച്ചത്. അതിനു വേണ്ടേ എന്റെ ജീവിതം മൊത്തമാ. പെൺപണവും കൊടുത്ത
അപ്പന്മാര് കല്യാണം നടത്തുന്നേ. കടക്കാരെ കെട്ടാനെ കൊണ്ട് ആര് വരാനാ വല്യപ്പച്ച? ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ആരംഭവും ആനന്ദത്തിൻ്റെ പൂർത്തീകരണവും നിന്നോടുകൂടിയും നീ മുഖാന്തരവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷി ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യത്തിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലരുടെ ഗണത്തിലും ചേർന്നു വന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം കരയേറ്റുമാറാകണമേ. വിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലതുകൈ കരുണയോടെ നിങ്കിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ ഈ വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. മാത്തുട്ടിയെ, എന്തവാ നീ? വാ, അകത്തോട്ട് വാ. അത്
എടാ വല്ലൂര് കണ്ട കുറച്ചില്ല. വാ വരാൻ. എടാ ബേബി, ഓ നീ ഞാൻ പറയുന്ന കേട്ടാ മതി. സമയത്തിന് സാധനം ഇല്ലാതെ കണ്ട് വന്നേക്കരുത്. ദാ കൊണ്ടുപോയി സാമാനം കൊണ്ട് വന്നേക്കണം. വണ്ടി പിടിച്ചേച്ചാന്നേ അങ്ങനെ. അല്ലാതെ എണങ്ങനും ചേയക്കാരും വന്നിരിക്കുമ്പോ സാധനം ഇല്ലാതെ കുറച്ചില്ലല്ലോടാ. നീ വാ. ആ അളിയനോടൊരു വാശി വെച്ചതൊന്നുമല്ല. പക്ഷെ ചെറുക്കന് മനസ്സും എന്താ എനിക്കത് പറ്റത്തില്ല. അല്ല ഇനി നിനക്ക് എത്ര കൊടുക്കാനുള്ള? 200 വരും. കൃത്യമായിട്ട് നോക്കിയില്ലല്ലോ മാവ. ആണ്ടടാ ഇതോടെ വയ്ക്ക്, എന്നിട്ട് നോക്കിയാട്ടെ. ആ ബേബിയേ, കിരീടം വാഴുവിന്റെ പ്രാർത്ഥനയായേ. ഇനിയിപ്പോ ദുരിശമച്ചാലേ നടക്കത്തുള്ളൂ. നീ തന്നെ ചെല്ല്, ഒരു സൈക്കിൾ എടുത്തേച്ച് പോയട്ടെ. വീട്ടില് വെള്ളയും കരിപ്പടം വിരിക്കാൻ പറ. ചെല്ല് ചെല്ല്, ഇവിടത്തെ കോളിന് ആളുണ്ട്. വാനീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളനെ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം. ക്ലീലേ പീതേതു മോറാൻ മെൻസ്മായ സോയാഹനോഹേ ലഹസിനോയോയേ ക്ലീലോ ദുഃഖനോ സോയേ ബറിസേ. ശുഭചിഹ്നം താൻ സേവാ വിജയ കൊടിതാൻ സേവാ നമ്മെ രക്ഷിച്ചിടും സ്ലീബായിൽ പുകഴും ശുഭചിഹ്നം താൻ സ്ലീബാ വിജയ കൊടിതാൻ സ്ലീബാ നമ്മെ രക്ഷിച്ചിടും സ്ലീബായിൽ പുകഴും ശുഭചിഹ്നം താൻ സ്ലീബാ വിജയ കൊടിതാൻ സ്ലീബാ നമ്മെ രക്ഷിച്ചിടും സ്ലീബായിൽ പുകഴും ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടുപ്പുള്ള എവൻഗേലിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. എന്നെ എന്തിയടി ആണ്ട അവിടെ ഇരിപ്പുണ്ട്. പെണ്ണേ ആണ്ട് വരുന്നപ്പച്ചാ. പെണ്ണെന്തിയേ? അവറാനെ അപ്പച്ചന്റെ അടുത്തോട്ടൊന്ന് പോയിച്ചു വരാം. ചെന്നുണ്ടോട്ടെ കൊച്ചമ്മേ. അവറാനെ വിളക്കത്തിരിയും കൂടെ തിരിച്ചു വെക്കണേ. ആട്ടെ കൊച്ചമ്മേ. പിന്നെ കൊച്ചമ്മ നീ വേഷമൊക്കെ ഒന്ന് അറിയിച്ചു വാ. കലവറയെ നിൽക്കുന്ന വേഷത്തിലാണോ പെണ്ണിനെ ചെറുക്കനെ കൈപിടിച്ച് കയറ്റുന്നേ? നേരായിട്ടും ഞാനതങ്ങ് മറന്നവറാനെ. അല്ലേ വെടുപ്പും വൃത്തി വേണ്ടായോ? അല്ലേ കുറച്ചിന് രാജൻകുഞ്ഞിനാ.
നീ എവിടാടി? ഞാൻ കിടന്ന് വിളിച്ചൊന്നും നീ ആണ്ട കേട്ടില്ല. വന്നപ്പച്ച ഓരോ പണിയല്ലായിരുന്നോ അതാ. എടി അമാന്തിച്ചാലോ? നേരം പോയെന്ന് കിരീടം വാഴ്വിന്റെ പ്രാർത്ഥന കഴിഞ്ഞു കാണും. എല്ലാം ചൊവ്വിന അപ്പച്ച. വരലേ നിന്നെന്റെ കൂട്ട് നേരം പോത്തില്ലയോ? വെള്ളയും കരിമ്പരവും വിരിച്ചോടി. എക്കേം ചൊവ്വിന് ഒരുക്കിയപ്പോ ഉണ്ട് അപ്പച്ച. ഇരുന്നോട്ടെ. ഡാ, ഓ ആ വിളക്കെടുത്ത് ചില പടിഞ്ഞാട്ടോട്ട് വെച്ച് ആണ്ട് ഇവിടെ. എണ്ണയും തിരിയൊന്നും ഇല്ലയോടാ? ആ ഇവിടെ ഉണ്ട്.